നിരവധി ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വരുന്നുണ്ട്. അത് പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, എല്ലാ ടൈപ്പ് ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും അതിന് കാരണം പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രി ഇല്ലാതെയല്ല, അഥവാ സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ ഇല്ലാതെയല്ല, ആധുനിക സൗകര്യങ്ങളില്ലാതെ എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അവരൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കണു എന്നുള്ളതിന് അവർ പറയുന്ന രണ്ട് കാരണങ്ങളാണ്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുക. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇതേപോലെ ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് പറയുന്ന രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇത് നമുക്കറിയില്ല, പണ്ട് കാലത്തൊക്കെ 5-6 മക്കളുള്ള കുടുംബങ്ങളായിരുന്നു. അപ്പോൾ അതിലൊരാൾ ആശുപത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ കൂടെ നിൽക്കാനായിട്ട് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ആ സ്ഥാനത്ത് ഇന്ന് മിക്കവാറും തന്നെ ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛനമ്മ, ഒരു കുട്ടി, 2 കുട്ടിക്കുള്ളത്. അപ്പോൾ അതിലൊരാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു ഫീമെയിൽ വാർഡിലാണ് കിടക്കണമെങ്കിൽ, കൂടെ നിൽക്കുക ബൈസ്റ്റാൻഡറായി നിൽക്കുക മിക്കവാറും ഭർത്താവ് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഫീമെയിൽ വാർഡിൽ ഭർത്താവിനെ നിർത്തില്ല, ആണുങ്ങളെ നിർത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഒരു റൂം എടുക്കാൻ നമുക്കറിയാം, സർക്കാർ ആശുപത്രി റൂമിൻ്റെ ഫെസിലിറ്റി വളരെ കുറവാണ്. അതാണ് ഒരു കാരണം, അവർ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞത്, അദ്ദേഹത്തിന് കൈ ഒടിഞ്ഞിട്ട് അത് ഓപ്പറേഷൻ സർജറി ഫിക്സ് ചെയ്തു, ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്ത് തലേദിവസം പറഞ്ഞ് നാളെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഓപ്പറേഷൻ ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ദിവസം മാറ്റി വെച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അത് 3 പ്രാവശ്യം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് അത് സർജറി ചെയ്തത്. പിന്നെ ആശുപത്രിക്കാർ പറയുന്നത് വെച്ചാൽ ഇതിനൊക്കെ വലിയ സർജറി വന്നപ്പോൾ, ഇത് എമർജൻസി വന്ന സമയത്ത് ഇത് മാറ്റി വയ്ക്കണം. നമുക്കറിയില്ല, സർക്കാർ ആശുപത്രിയിലെ അത്രമാത്രം കേസുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് പൈസ പോയാലും നമുക്ക് ആ സമയത്ത് ആ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു വാസ്തവം പറഞ്ഞാൽ ഇത് ഒരു സത്യം തന്നെയാണ്. കാരണം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു വർഷത്തിൽ പ്രീമിയം അടച്ചാൽ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പേരും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചൊരു വോയിസിൽ, അതോടൊപ്പം ഞാൻ LIC ഏജൻറ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും